എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനുമോളുടെ? ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ശരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ? അയ്യോ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ബിഗ് ബോസ് മലയാളം സീസൺ 7 അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കെ ഷോയിലെ അപ്രതീക്ഷിത നിമിഷങ്ങൾ. അനുമോളോട് അനീഷ് വിവാഹ അഭ്യർത്ഥന നടത്തി. ഷോയുടെ പുതിയ പ്രോമോയിലാണ് അനീഷിന്റെ ഈ ഒരു പ്രപ്പോസൽ. ഷോ അവസാനിക്കാൻ 9 ദിവസം ബാക്കി നിൽക്കവെയാണ് അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. വിജയ സാധ്യതയുള്ള മത്സരാർത്ഥിയായിരുന്നു അനീഷ്. ഈ സമയത്ത് തന്റെ ഗെയിമിന് ശ്രദ്ധ കൊടുക്കാതെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഇത് അനീഷിന്റെ പ്രാങ്ക് ആകാനും സാധ്യതയുണ്ട്. എന്നെ കുറിച്ചുള്ള അനുമോളുടെ അഭിപ്രായം എന്താണെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. ആദ്യം വന്ന സമയത്ത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്തായാലും അനുമോൾ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ട്. അതെന്തായാലും വലിയൊരു ടെസ്റ്റ് തന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് ഒടുവിൽ പറയാം. അതിനിടയിലായിട്ട് അനീഷിന് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അനുമോളും സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഗാർഡൻ ഏരിയയിലെ അനുമോളും അനീഷും ഇങ്ങനെ ഊഞ്ഞാലിൽ നിന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് അനീഷ് തന്നെ അനുമോളോട് ആദ്യം ചോദിക്കുന്നുണ്ട് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ എന്ന്. അപ്പോ തന്നെ അനു പറയുന്നുണ്ട്, ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അനീഷ് ഏട്ടനെ. ഈ വീട്ടിലേക്ക് ആദ്യം വന്നപ്പോഴേ ഒന്നും എനിക്കൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനത്തെ ഒരാളെ ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അനീഷ് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണല്ലോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്, എനിക്കും ഇഷ്ടമാണ്, ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് അനുമോളും പറയുന്നത്. അപ്പോഴാണ് അനുമോളെ ഞെട്ടിച്ചുകൊണ്ട് അനീഷിന്റെ ആ ഒരു ഡയലോഗ് വന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന്. എന്തായാലും അനുമോൾ ഒരു രീതിയിൽ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചോദ്യമായി പോയി ഇവിടെ. അനുമോൾക്ക് എന്താ പറയേണ്ടത് എന്ന് അറിയത്തില്ല. കാരണം 10-75 ക്യാമറ കണ്ടോണ്ടിരിക്കുകയല്ലേ, ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സും കണ്ടോണ്ടിരിക്കുകയാണ്, 3-3.5 കോടി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുത്തരമാണ് പറയേണ്ടതെന്ന് അറിയാതെ നിൽക്കുകയാണ് അനുമോളും. ഒറ്റയടിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ അനുമോൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. ആ ഞെട്ടൽ തന്നെയാണ് പ്രോമോയ്ക്കകത്ത് കാണാൻ കഴിയുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ബ്ലഷ് അടിച്ച് നാണം കുടുങ്ങുന്ന അനുമോളെയാണ് കാണിച്ചിരിക്കുന്നത്. അവിടെയാണ് ഒരു ട്വിസ്റ്റ്. അതെന്ന് വെച്ചാൽ അനുമോൾക്ക് അനീഷിന് ഇഷ്ടമുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നതും, അതുപോലെ തന്നെ സിനിമയിലൊക്കെ ഒരാളോട് ഇഷ്ടം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ ഒക്കെയാണ് അനുമോൾ ഇടുന്നത്. ശരിക്കും അതൊരു പ്രാങ്ക് ആകാനുള്ള ഒരു സാധ്യത തന്നെയായിരിക്കും അല്ലേ. എന്തായാലും അനീഷ് വളരെ സീരിയസ് ആയിട്ട് പറയുന്നതായിട്ടാണ് ആ ഒരു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. അനുമോളുടെ ആ ഒരു എക്സ്പ്രഷനും അതുപോലെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടിട്ടാണ് ഇതൊരു പ്രാങ്ക് ആയിരിക്കാം എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അതിനിടയിൽ തന്നെ അനുമോൾ ഞെട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫ്യൂഷനും ഉണ്ട്. എന്തായാലും ആദ്യം അനുമോൾ തന്നെയാണ് അനീഷിന്റെ ക്യാരക്ടർ ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്. പിന്നെ ഇപ്പോ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ ക്യാരക്ടർ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് പ്രണയമുണ്ട് എന്നല്ലല്ലോ അതിനർത്ഥം. അപ്പോൾ അനീഷ് ഒന്നെങ്കിൽ തെറ്റിദ്ധരിച്ചതാകാം, അല്ലെങ്കിൽ അനീഷിന്റെ ഗെയിം ആകാം, അല്ലെങ്കിൽ തമാശയ്ക്ക് പറഞ്ഞതാകാം. എന്ത് തന്നെ ആയാലും വിവാഹം കഴിച്ചാലോ അനുമോളെ എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ ഒന്നും മിണ്ടാത്തത് കൊണ്ട് തന്നെ അനീഷ് പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്നൊക്കെ. എന്നാലും അനുമോൾ ഉത്തരം പറയാൻ നിർബന്ധിക്കുന്നുണ്ട് അനീഷ്. അപ്പൊ അനുമോൾ എന്തായാലും അതിനൊരു ഉത്തരവും പറയുന്നുണ്ട്. അത് ലൈവ് അപ്ഡേറ്റിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും അനീഷ് കാര്യം തുറന്ന് സംസാരിച്ചത് കൊണ്ട് തന്നെ പ്രേക്ഷകരും അനുകൂലിക്കുന്നുണ്ട്. ഒരു പുതപ്പും തലയിണയും കൊണ്ടുപോയി അനുമോൾക്ക് കൊടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത് കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തുമെന്നും. എന്തായാലും ആശംസകൾ അനീഷേട്ട എന്നായിരുന്നു കമന്റുകളിൽ പറയുക. ഇനി ചുമ്മാ വായി നോക്കി ഒലിപ്പിച്ച് നടക്കാതെ നേരിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടായാലും അതെനിക്ക് ഇഷ്ടമായി. ഇനി അനുമോൾക്കും ഇഷ്ടാവോ, അവർ പ്രണയിക്കുന്നതിൽ എന്താ കുഴപ്പം, നല്ല രസമാ സംസാരമൊക്കെ കേൾക്കാൻ, പിന്നെ അധികം വെറുപ്പിക്കലുമില്ല, അയാൾ ഒരു നിഷ്കളങ്കനാണ്, അതാണ് മനസ്സിലുള്ളത് പുറത്തു വന്നത്. പിന്നീട് ഒരു നഷ്ടബോധം വേണ്ടല്ലോ ചോദിക്കാമായിരുന്നു എന്നുള്ളത്. എല്ലാത്തിനും കാരണം ലാലേട്ടനാണ്. എന്തായാലും അനീഷിന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ തീപതം കത്തിച്ചത് ലാലേട്ടൻ തന്നെയാണ്. ഇങ്ങനെയാണ് അനീഷിനെ അനുകൂലിച്ചെത്തുന്നവരുടെ കമന്റുകൾ ഏറെ. തുടക്കത്തിൽ എപ്പോഴും വഴക്കായിരുന്ന അനുമോളും അനീഷും ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ നാൾ തന്നെ അനുമോൾക്ക് നല്ല ഇംപ്രഷൻ അല്ല അനീഷ് നൽകിയത്. ഹൗസിലേക്ക് ആദ്യം കയറിയത് അനീഷായിരുന്നു, രണ്ടാമത് അനുമോളും. അനീഷിനെ അനുമോൾക്ക് മനസ്സിലായില്ല. മത്സരാർത്ഥിയാണോ എന്ന് അനീഷിനോട് അനുമോളും ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ എന്നായി അനീഷ്. അനീഷിനുള്ള മുറിയിലേക്ക് കിടക്കാൻ ആദ്യം അനുമോളെ അനീഷ് സമ്മതിച്ചില്ല.
ബിഗ് ബോസ് ആരെയും ഇതിനകത്ത് കയറ്റരുതെന്ന് പറഞ്ഞതും അനീഷ്, എന്നാൽ എന്നോട് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മറുപടി നൽകി അനുമോള് അകത്തേക്ക് കയറി. അനുമോള് നേരിട്ട് കാണുമ്പോൾ സ്ക്രീനിൽ കാണുന്ന അത്ര സൗന്ദര്യമില്ല എന്നും അനീഷും പറയുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി അനുമോൾ അപ്പോൾ തന്നെ കൊടുക്കുന്നുമുണ്ട്. എന്തായാലും അന്ന് പറയുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അനീഷ് സഹ മത്സരാർത്ഥികളെ അലോസരപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് അനീഷ് ആകെ മാറി. പക്ഷെ ഗെയിം അനീഷ് മറക്കുന്നു എന്നുള്ള അഭിപ്രായം പുറത്തു വരുന്നുണ്ട്.